പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം എന്താ, ഈ കഴിവറുടെ മോനെ ജനങ്ങൾ അങ്ങോട്ട് കാണട്ടെ. ഒരു 6 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ലൈംഗിക അതിക്രമണത്തിന് വിധേയനാക്കിയ ഒരു പരമ ചെറ്റയാണ് ഈ കാണുന്നവൻ. അതും ട്രെയിനിൽ വെച്ച് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഇവൻ ഈ ചെറ്റത്തരം കാണിച്ചത്, ഈ കഴിവറുടെ മോൻ. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഇവനെ പരമാവധി ഇവനെയൊക്കെ അപമാനിച്ച് തന്നെ വിടണം. കണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയാൽ ഇവൻ്റെയൊക്കെ സാമാനം ഉണ്ടല്ലോ, മരച്ചീനി പുഴുതെടുക്കുന്ന കണക്ക് വലിച്ചു പുഴുതെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തൂ. സംഗതി ഇങ്ങനെയാണ്. ട്രെയിൻ യാത്രയ്ക്കിടെ 6 വയസ്സുകാരിക്കെതിരെ ലൈംഗിക അതിക്രമണം നടത്തിയ കേസിൽ ഒരാളെ പുനലൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി 40 വയസ്സുള്ള സാനിഷാണ് പോലീസിൻ്റെ പിടിയിലായത്. ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടാകുന്നത്. തമിഴ്നാട്ടിൽ നിന്നും എടത്വ പള്ളിയിലേക്ക് തീർത്ഥാടനത്തിനെത്തിയ കുട്ടിയുടെ കുടുംബം ഇവിടെ നിന്നും തിരികെ നാട്ടിലേക്ക് പോകാനായി തിരുവല്ലയിൽ നിന്നും പാലരുവി എക്സ്പ്രസ്സിൽ കയറി. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിരുന്ന രക്ഷകർത്താക്കൾ ഉറങ്ങിക്കിടന്ന സമയം കുട്ടിയുടെ അപ്പൂപ്പനൊപ്പം കിടന്ന കുട്ടിയെ സാനിഷ് എടുത്തുകൊണ്ട് പോവുകയും ലൈംഗിക അതിക്രമണത്തിന് ഇരയാക്കുകയുമായിരുന്നു. ഇതേ ട്രെയിനിൽ യാത്ര ചെയ്ത മറ്റൊരു യാത്രക്കാരിയുടെ ശ്രദ്ധയിൽ ഈ സംഭവം പെടുകയും ഇവർ റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ റെയിൽവേ പോലീസ് സാനിഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയും കുട്ടിയുടെയും യാത്രക്കാരുടെയും രക്ഷകർത്താക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. റെയിൽവേ പോലീസ് SHO പ്രദീപ് PKയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഒരു 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് ഈ ചെറ്റത്തരം കാണിച്ച ഈ നായിനെ ജനങ്ങളങ്ങോട്ട് തിരിച്ചറിയട്ടെ. വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേരെ. കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് തീർത്ഥാടന യാത്ര നടത്തിയ തമിഴ് കുടുംബത്തിലെ 6 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ 40 വയസ്സുള്ള കൊല്ലം സ്വദേശിയായ സാനിഷ് എന്നയാളെ പുനലൂർ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർന്നുള്ള നിയമ നടപടികൾക്ക് ശേഷം ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് എടത്വ പള്ളിയിലേക്ക് തീർത്ഥാടന യാത്രയ്ക്ക് വന്നതാണ്. തുടർന്ന് തിരിച്ച് തിരുവല്ലയിൽ നിന്ന് തെങ്കാശിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പാലരുവി എക്സ്പ്രസ്സിലായിരുന്നു. വെളുപ്പിന് 1:30-ക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കുട്ടി ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിലത്തുറങ്ങി കിടക്കുമായിരുന്നു. അപ്പൂപ്പൻ്റെ കൂടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇയാൾ ആങ്കിൽ തൊട്ടടുത്ത് വന്ന് എടുത്തിട്ട് അയാളുടെ സീറ്റിലേക്ക് പോവുകയും ഈ കുട്ടിയെ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തതാണ്. ഇത് തൊട്ടടുത്ത സീറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീ കണ്ടു. അവർ അത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അങ്ങനെയാണ് പോലീസിലേക്ക് വിവരം അറിയിക്കുന്നതും പോലീസ് ആണെങ്കിൽ ഇയാളെ കസ്റ്റഡിക്കുകയും ചെയ്യുകയായിരുന്നു. തീർച്ചയായിട്ടും ഇയാൾക്കാണെങ്കിൽ നേരത്തെയും 3 കേസുകളുണ്ട്. അല്ലല്ല, നമുക്ക് ഇതിലോട്ടും രജിസ്റ്റർ ഉള്ള കേസുകളെല്ലാം ഹർട്ട് കേസുകളാണ്.